അല്ലേ നമ്മളെന്താടാ ഇങ്ങനെ. ഹലോ ആന്റി, ഇന്ന് അവൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവന്റെ പോക്ക് തീരെ ശരിയല്ല. ആന്റിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഇതല്ലാണ്ട് ഇപ്പോഴും ഉണ്ട്. അലങ്ങോടി പോണ്ടോടെ അടങ്ങി പോയി ഫോട്ടോ എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോമിനേഷൻ ശാപങ്ങളായിരുന്നില്ലേ. ആര് കരഞ്ഞാലും ആൺകുട്ടികൾ പൊതുവെ അങ്ങോട്ടേക്ക് മനസ്സങ്ങോട്ട് അലിയും. പക്ഷെ നിങ്ങൾ അലിയത്തില്ല. നിങ്ങളെ ഞങ്ങളുടെ എല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നാണ് അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് ആസിഡ് ഒഴിച്ചാലും നിങ്ങൾ അലിയത്തില്ല. അത് ഓഫ് കോഴ്സ് ഞാൻ അത് ബിഗ് ബോസിൽ പറഞ്ഞ കാര്യമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അല്ലാതെ ആ സെക്കൻഡിൽ തന്നെ തോന്നുമെന്ന് ഞാൻ ചോദിക്കണേ. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഷാനവാസായിട്ട് എനിക്ക് ജന്മ ശത്രുതയാണെന്നൊക്കെയാണ് ആൾക്കാർ വിചാരിക്കുന്നത്. ഷാനവാസ് എന്നെ വിളിച്ചു, ഞാൻ സംസാരിച്ചു. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും എനിക്ക് ആരും എടുത്തു. ഞാൻ PR കൊടുത്തില്ലെങ്കിലും ജനങ്ങൾ PR ചെയ്തു. അപ്പൊ PR-നകത്ത് തെറ്റൊന്നുമില്ല. എന്താ തെറ്റ്? പക്ഷെ എന്റെ അഭിപ്രായത്തില് ഡിസേർവിംഗ് ആയിട്ടുള്ള ഗെയിമേഴ്സിനെ കിട്ടുക എന്നുള്ളതാണ്. ചിലപ്പോൾ PR കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും. മനസ്സിലായില്ലേ? ഞാനിത് അനിമോളാണ് എന്ന് പറയുന്ന വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റി. ഇല്ല കള്ളം ഞാൻ പറയുന്നല്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ, മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ബി വിത്ത് രമ്യയിലേക്ക് സ്വാഗതം. ഇന്ന് ബി വിത്ത് രമ്യയിൽ എന്നോടൊപ്പം ഉള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. ഈ ഒരു വ്യക്തി കാരണം മാത്രമാണ് എന്താ പറയാ ബിഗ് ബോസ് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. ഫുള്ള് അതൊന്നും പറയാൻ എനിക്ക് വയ്യ. അത് നിങ്ങൾ തന്നെ പറഞ്ഞത്. ഞാൻ ബിഗ് ബോസിന് ശേഷം ഞാൻ മാതാങ്കിരി കൂട്ടിയിട്ടുണ്ട്. മാതാങ്കിരി എന്താണ് മാതാങ്കിരി? അത് അഭിലാഷ് ഇട്ട പേരാണ്. ഞാനിങ്ങനെ വിറകി നടക്കുന്നതാണ്. നിങ്ങളുടെ പേരൊന്നും ഒന്നും കൂടെ പറഞ്ഞു. എന്നിട്ട് നെവിൻ കപ്രീഷ്യസ് അംബ്രോസ്. അത്രയും ജനിച്ചപ്പോ മുതൽ കിട്ടിയ പേര്. പിന്നെ കപ്രീഷ്യസ് അംബ്രോസ്. ആൻഡ്രേ എന്ന് പറയുന്നത് ഏതോ ഒരു ഫിലിമിൽ എനിക്ക് ഡിസിൽവ ചേർക്കണം. അതെന്റെ മദറിന്റെ സർനെയിമാണ്, ആംഗ്ലോ ഇന്ത്യൻ ആണ്. അപ്പോൾ നെവിൻ കപ്രീഷ്യസ് ഡിസിൽവ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സാധനമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൻഡ്രേ എന്നുള്ള പേര് കിട്ടി. അപ്പൊ ഞാൻ ആ ആൻഡ്രേ കൂടി ചേർത്തു. പിന്നെ മാതാങ്കിരി ഇപ്പോ അഭിലാഷ് ഇട്ട് തന്നത് എനിക്ക്. അവിടെ വെച്ചിട്ട് മാതാങ്കിരി അവിടെ കിട്ടി. അത് വിട്ടു. ഇപ്പൊ നെവിൻ കപ്രീഷ്യസ് സംഭവം ആൻഡ്രേ ഡിസിൽവ മാതാങ്കിരി. എന്റെ അമ്മ, ഇങ്ങനെ ആരെങ്കിലും ഈ ഫുൾ നെയിം ഒന്ന് പറയുവോ? അങ്ങനെ പറയണം. ഞാൻ പറയുമല്ലോ, എനിക്ക് എന്റെ പേര് പറയാൻ. അതെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഓരോന്നും നമ്മളിങ്ങനെ പെറുക്കി എടുക്കാന്ന് പറയും. അതേപോലെ നിങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരാണ് പേരിൽ ഇങ്ങനെ. അപ്പൊ കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴത്തേക്ക് നെവിന്റെ പേര് എത്ര വലുതായിരിക്കും എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ജനിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് വെച്ചിട്ടല്ല നമ്മളുടെ പാരന്റ്സ് പേരിടുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നെവിൻ എന്നുള്ള പേര് ഇഷ്ടായിരുന്നില്ലേ? അല്ല, എന്റെ ജോർജ് നെവിൻ എന്നാണ് അവരിട്ടത്. ജോർജ് നമ്മിങ്ങനെ ജോർജ് നമ്മൾ ജോർജ് പൗട്ട് ചെയ്യും നമ്മളുടെ ജോർജ്. അതെ. പക്ഷെ എനിക്ക് അത് ഒരു തന്ത വൈബായിട്ട് തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ എന്റെ ഫാദറിന്റെ പേര് എടുത്തിട്ടു, കപ്രീഷ്യസ് അംബ്രോസ്. നെവിൻ കപ്രീഷ്യസ് അംബ്രോസ്. നെവിൻ വീട്ടുകാരിട്ട് തന്നതാ. അത് പിന്നെ ഞാൻ മാറ്റിയില്ല, അങ്ങനെ തന്നെ കിടന്നു. അതെ. അപ്പൊ ഇങ്ങനെ പേര് ഓരോന്ന് ആഡ് ഓൺ ചെയ്തോണ്ടിരിക്കുമ്പോ മറ്റേ നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫിലൊന്നും പേര് മാറ്റുന്നില്ല. ഇല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. പറച്ചില് മാത്രം ഇങ്ങനെ. അതല്ല, ഇപ്പം പല ഫിലിം സ്റ്റാർസിന്റെയും ശരിക്കുള്ള പേരിലല്ലോ നമ്മൾ അറിയപ്പെടുന്നത്. ആണോ? ചിലവരുടെയൊക്കെ അല്ലെന്ന് പറഞ്ഞില്ലേ, ആ ഒരു കാറ്റഗറിയിലാണ് ഞാൻ. നെവിൻ മൊത്തത്തിൽ നെവിന്റെ ഒരു പേഴ്സണാലിറ്റി, നെവിന്റെ ഒരു സ്റ്റൈല്, നെവിൻ ഭയങ്കര ഗ്ലാമർ, സൗന്ദര്യം. പറഞ്ഞോ. അതെ ഇതെല്ലാം ഒരു കംപ്ലീറ്റ് എക്സ്ക്ലൂസീവ് ആണ്. അപ്പൊ ഇനി പേരും കൂടെ വരുമ്പോഴത്തേക്ക് വേറെ തന്നെ ലെവൽ. ഇത്രയും എന്താ പറയാ, ഇങ്ങനെ ഇത്രയും പേര്. ഈ നെവിൻ കപ്രീഷ്യസ് എന്നുള്ള പേരില് കേരളത്തിൽ ആരുണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ. ഐ തിങ്ക് ഞാൻ പല വിക്കിപീഡിയയിൽ അടിച്ചു നോക്കി. പക്ഷെ നെവിൻ കപ്രീഷ്യസ് എന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ തന്നെ ഉള്ളൂ. ആരുമില്ല. കൊടുങ്കാറ്റ് അതിനർത്ഥം. അതെ, നിങ്ങളൊരു കൊടുങ്കാറ്റ് തന്നെയാണല്ലോ. അപ്പൊ ആദ്യം തന്നെ കൊടുങ്കാറ്റിന്റെ അടുത്ത് ഫസ്റ്റ് ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയട്ടെ. നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സ് നടത്തിയ മൈൽസ്റ്റോൺ എന്റർടൈൻമെന്റ് അവാർഡ്സിലെ ദ ബെസ്റ്റ് എന്റർടൈനർ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയത് നെവിൻ ആയിരുന്നു. അന്ന് നമ്മുടെ നെവിൻ ബിഗ് ബോസിനൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്ന ഒരു താരപരിവേഷമായിരുന്നു. ഉണ്ട്. പക്ഷെ അന്ന് വന്നപ്പോ തന്നെ നെവിൻ കഴിഞ്ഞു വന്ന് നല്ല രസമായിട്ട്. സന്തോഷായോ ഞങ്ങളുടെ അവാർഡ് കിട്ടിയപ്പോ? ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഫസ്റ്റ് ഇന്റർവ്യൂ
തന്നത് Milestone മൈൽസ്റ്റോൺ Makers ആയിരുന്നു. ആണ്. നെവിൻ എന്താണെന്ന് എനിക്ക് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. പ്രേക്ഷകരിലേക്ക് ഓൾറെഡി ഇപ്പം രമി ചേച്ചി എത്തിക്കേണ്ട ആവശ്യം എന്തിനാ? ഓൾറെഡി ബിഗ് ബോസിൽ കയറിയപ്പോ തന്നെ എന്റെ ലൈഫ് എന്താന്നുള്ള പ്രേക്ഷകര് അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇപ്പൊ പ്രത്യേകിച്ച് ഇനി രമി ചേച്ചി എന്റെ ലൈഫ് അങ്ങോട്ടേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഓൾറെഡി അത് തുറന്നിട്ടൊരു പുസ്തകം ആണ്. അപ്പൊ ശരിക്കും അങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെയാണ്. അതായത് നമ്മൾ ഇമോഷണലി ഇപ്പൊ എപ്പോഴും ഇങ്ങനെ ചാടി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം എന്റെ ഇമോഷൻസ് എല്ലാം ഞാനവിടെ കണ്ടിട്ടില്ലേ, കാണിച്ചില്ലേ. അപ്പൊ അത് ഫേക്ക് ആണെന്ന് രമി ചേച്ചിക്ക് തോന്നുന്നു? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ലല്ലോ. അതാണ് പറഞ്ഞത്, ഞാൻ പറയിപ്പിച്ചു. ഒറിജിനൽ. ഇങ്ങനെയാണോ നിങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴും പുറത്ത് നിൽക്കുമ്പോഴും? ഉറപ്പായിട്ട്. പിന്നെ ഇപ്പൊ ഇന്റർവ്യൂവിൽ അതെ, ഇന്റർവ്യൂവിൽ ഇപ്പൊ ഞാൻ കുറച്ചേക്കാ. മറ്റേ എന്റെ ഫ്രണ്ട് അഭിഷേകിന്റെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അഴിഞ്ഞാട്. ഇത് നിങ്ങളുടെ സ്പേസ് ആണ് നെവിൻ. മൈൽസ്റ്റോൺ മേക്കേഴ്സിലല്ലേ ഇരിക്കണേ, നെവിന്റെ സീറ്റിലാണ് നെവിൻ ഇരിക്കണേ. നെവിൻ അങ്ങ് അഴിഞ്ഞാട്. നെവിൻ എന്താണെന്ന് മാത്രം നെവിനായിട്ട് തന്നെ ഇരുന്നാ മതി. 100 ദിവസം അഴിഞ്ഞാടിയത് കണ്ടത് മതിയായില്ലല്ലേ? ശരി, ആയിക്കോട്ടെ. അതെന്ത് രസം. നെവിൻ ചില സമയത്ത് നെവിന്റെ പൊട്ടിച്ചിരിയും കളിയും ചിരിയും ബഹളവും കാണും. പക്ഷെ ഒരു സമയത്ത് നമ്മൾ നെവിന്റെ ഇഷ്ടപ്പെടാത്തൊരു ഫേസ് ഞങ്ങൾ കണ്ടു. അത്രയും പെട്ടെന്ന് അപ്പൊ എനിക്ക് തോന്നി ഒരു പക്ഷെ ഇത്രയും എക്സ്ട്രീം ആയിട്ട് ചിരിക്കുന്ന ഒരു വ്യക്തി എക്സ്ട്രീം ആയിട്ട് ദേഷ്യപ്പെടുകയും ചെയ്യും, എക്സ്ട്രീം ആയിട്ട് കരയുകയും ചെയ്യും. അവരുടെ ഇമോഷൻസ് എല്ലാം എക്സ്ട്രീം ആയിരിക്കും. അത് അന്ന് ആ കയ്യിൽ നിന്ന് പറ്റിപ്പോയതുണ്ടല്ലോ, നെവിൻ ശരിക്കും റിഗ്രറ്റ് ചെയ്തോ? ഞാനോ? ഇല്ല, ചെയ്തില്ല. റിഗ്രറ്റ് ചെയ്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിന്റെ? ഷാനവാസ് ഏറ്റവും കൂടുതൽ പനിഷ്മെന്റ് കിട്ടിയത് ഞാൻ ആലോചിച്ചത് അനുവിന്റെ കേസാണ്. അതും കഴിഞ്ഞിട്ട് പിന്നെ പനിഷ്മെന്റ് കിട്ടിയത് ഇതിലും കൂടെ കഴിഞ്ഞപ്പോഴല്ലേ ഫൈനലിൽ വലിയൊരു പനിഷ്മെന്റിലേക്ക് പോയത്. അതാ ഞാൻ ചോദിക്കുന്നത്. അവിടെ അന്ന് ലാലേട്ടനും കുറെ ശകാരിച്ചല്ലോ. അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ല, അബദ്ധം പറ്റിപ്പോയി. അത് ഓഫ് കോഴ്സ് ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞ കാര്യമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ക്ഷമയും ചോദിച്ചു. അല്ലാതെ ആ സെക്കൻഡിൽ തന്നെ തോന്നുമെന്ന് ഞാൻ ചോദിക്കണേ. ആ സെക്കൻഡിൽ തന്നെ അതവിടെ ഗെയിം ആണല്ലോ. അപ്പൊ പിന്നെ നമ്മള് അവിടെ ഒരു മിക്സഡ് ഇമോഷൻ ആയിരുന്നു. ഇത് എന്താണ് സംഭവിച്ചെന്നുള്ള അതൊരു ക്ലാരിഫൈ ചെയ്യാനായിട്ടുള്ള കുറച്ച് സമയം എടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് ശരിക്കും ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ മൂവ് ഓൺ ചെയ്തു. എനിക്ക് അത് കഴിഞ്ഞിട്ട് അനുവായിട്ട് പോയിട്ട് എനിക്ക് ഒന്നുമില്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, സ്നേഹമാണ് എന്നും പറഞ്ഞ് അവിടെയും പോയി ആ പനിഷ്മെന്റ് കഴിഞ്ഞ്. അപ്പൊ എല്ലാവരും ആദ്യമൊക്കെ നമ്മളിവിടെ പുറത്തിരുന്ന് പലരെയും ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളുടെ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നവരെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും പറയുമ്പോൾ എല്ലാവർക്കും നെവിനെ ഭയങ്കര ഇഷ്ടമാണ്, നെവിന് ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നെവിന്റെ വേറൊരു ഫേസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. നെവിൻ എന്താ ഇങ്ങനെ ചെയ്തേ, നെവിൻ എന്താ അങ്ങനെ, അതിപ്പോ നെവിന്റെ വേറൊരു ഗെയിം ആണോ, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നി നെവിൻ അവിടെ ചെയ്യുന്ന കണ്ടു. അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് നെവിൻ പിന്നെ കോംപ്രമൈസ് ചെയ്തു. നെവിൻ അവിടെ ക്ഷമ ചോദിക്കണു. അപ്പൊ ഭയങ്കര പിന്നെ ഇഷ്ടം കൂടുതലായി. നെവിൻ അഡ്മിറ്റ് ചെയ്തു നെവിന്റെ അറിയോ, ഞങ്ങള് ആൺകുട്ടികള് നമ്മുടെ പള്ളിയിലച്ഛൻ നമ്മുടെ തൃശ്ശൂരുള്ള ഏതൊരു പള്ളിയിലച്ഛന്റെ വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ. നമ്മളെ മണ്ണ് വെച്ചിട്ടല്ലേ ദൈവം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ പെൺകുട്ടികൾ കരയുമ്പോഴത്തേക്ക് അലിഞ്ഞങ്ങടില്ലാണ്ടാണ്. സത്യം, പെൺകുട്ടികളല്ല ആര് കരഞ്ഞാലും ആൺകുട്ടികൾ പൊതുവേ അങ്ങോട്ടേക്ക് മനസ്സങ്ങടെ അലിയും. പക്ഷെ നിങ്ങൾ അലിയത്തില്ല, നിങ്ങളെ ഞങ്ങളുടെ എല്ല് വെച്ചിട്ടാ ഉണ്ടാക്കിയെന്നാണ് അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് ആസിഡ് ഒഴിച്ചാലും നിങ്ങൾ അലിയത്തില്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഞാനൊരു അലിഞ്ഞു പോയൊരു മൺപ്രതിമയാണ്. അലിഞ്ഞു പോയ മൺപ്രതിമ ഇപ്പോൾ പുറത്ത് വന്നിട്ട് ഫാൻസ് ഒക്കെ എങ്ങനെ ഫാൻസിനെ കൊണ്ടിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഭയങ്കര സ്നേഹം, ആ ഒരു അക്സെപ്റ്റൻസ് എന്നാണ് ഞാൻ അതിനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ കിട്ടി. ഞാൻ വിചാരിച്ചത് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയല്ലേ വിചാരിച്ചിട്ടുള്ളൂ. അവിടെ ഞാൻ അത്രേ വിചാരിച്ചിട്ടുള്ളൂ. കാരണം ഞാൻ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫാഷൻ കൊറിയോഗ്രാഫർ അല്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ അല്ല. ആകെ ഉള്ളത് ഇങ്ങനെ ഡയലോഗ് അടിക്കാൻ അറിയാം. അപ്പൊ അത് വെച്ചിട്ട് ഞാനൊരു 1 വീക്കാണ് ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. പിന്നെ നിന്നു. പക്ഷെ ഓക്കെ, അപ്പൊ പുറത്തേക്ക് ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോ നെവിന് ഫാൻസ് കൂടി, എവിടെ ചെന്നാലും എല്ലാവരുടെയും ഇഷ്ടം. അപ്പൊ പോയതിൽ അല്ലേ ശരിക്കും ഇപ്പൊ നോക്ക, ലുക്കറ്റ് എത്ര സ്റ്റൈലിഷ് ആയിട്ട് എത്ര ഭംഗിയായിട്ട് ഇങ്ങനെ ക്യാരി ചെയ്തൊക്കെ നിൽക്കുന്നത്. എന്റെ ദൈവമേ, വാർഡ്രോബ് ഫുൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? ചെയ്തു. സൈസസ് എല്ലാം മാറിയിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ വീണ്ടും ബാക്ക് ടു നോർമൽ ആയില്ലേ? ഇല്ലേ, നോർമൽ ആയിട്ടില്ല. അതെന്റെ ഫസ്റ്റത്തെ ഇന്റർവ്യൂ കാണാത്തത് കൊണ്ട് അല്ല, ഇതിപ്പോ നെവിൻ പോയപ്പോ എങ്ങനെയായിരുന്നു? ഞാൻ കുറച്ചുകൊണ്ടിരിക്കുക.
അങ്ങനെ 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 പറയാം. ഓക്കെ, അപ്പൊ നെവിൻ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതലൊക്കെ നെവിന് കിട്ടി ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ. അങ്ങോട്ട് ചെന്നപ്പോ നെവിൻ പറയണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഒരു 2 വീക്സ് നിൽക്കാം എന്നൊക്കെ. അപ്പൊ ആ 2 വീക്സിൽ നിൽക്കാനും അല്ലെങ്കിൽ ക്യാമറ കണ്ണുകൾ കൂടുതൽ വരാനൊക്കെ വേണ്ടിയിട്ടാണോ നെവിൻ ഭക്ഷണം കഴിക്കുന്നതിനകത്ത് ഇത്ര കൂടുതൽ ക്രേവിങ്സ് കാണിച്ചതും കട്ട് തിന്നതും ഒക്കെ? അതൊരു ഗെയിം ഇതായിരുന്നോ? അല്ല, ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നമ്മളിപ്പം അവൻ്റെ ഉള്ളിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല സ്ട്രെസ് റിലീഫ് ചെയ്യാനായിട്ട്. ദാറ്റ് വാസ് മൈ സ്ട്രെസ് ഈറ്റിംഗ്. അങ്ങനെ തന്നെയാണ്. സോ അപ്പൊ നോർമൽ ലൈഫിലേക്ക് നോർമൽ ലൈഫിൽ ഞാൻ വരുമ്പോൾ അങ്ങനെ ഇപ്പൊ നമുക്ക് സ്ട്രെസ് വന്നിട്ടുണ്ടെങ്കിൽ പാർക്കിൽ പോവാം, ലുലു മാളിൽ പോവാം, ബീച്ചിൽ പോയിട്ടിരിക്കാം, ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തിച്ച് കഴിക്കാം. ഓപ്ഷൻസ് പലതുണ്ട്. ഉണ്ട്. അവിടെ ആകെ ഫുഡ് മാത്രം. എനിക്കെന്ന് പറയുന്നത് ഫുഡിനോട് കണക്ട് ആയതുകൊണ്ട് ഞാൻ ഫുഡ് വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തു. എന്തായിരുന്നു അവിടെ ഇത്ര സ്ട്രെസ് വരാനായിട്ട്? കണ്ടില്ലല്ലേ? അപ്പം പറഞ്ഞേ, നെവിനെ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ ആക്കിയത് എന്തൊക്കെയാ? എന്റെ ഡ്രസ് കിട്ടാത്തോണ്ടായിരുന്നു. പിന്നെ അത് മാത്രല്ല, നമ്മള് എല്ലാം ഡിറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സമയമില്ല. അതിൻ്റെ അകത്ത് ഇപ്പം ഉറപ്പായിട്ട് എല്ലാവർക്കും അവിടെ സ്ട്രെസ് ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, ചിലര് സ്ട്രെസ് റിലീഫ് ചെയ്തത് ഷൗട്ട് ചെയ്തിട്ടായിരിക്കും, ചിലത് ഇതേപോലെ ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും. അതെ, അങ്ങനെ പലതുണ്ട്. പക്ഷെ നെവിനെ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ ആക്കിയത് എന്തൊക്കെ കാര്യങ്ങൾ? ഇപ്പം നെവിൻ പറയുന്നത് ഡിറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ്. പക്ഷെ അവിടെ അന്ന് അമ്മയും സിസ്റ്ററും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴും നെവിൻ അത് അവരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നെവിൻ പറയുന്നുണ്ട് നെവിൻ വീട്ടിൽ നിന്ന് മാറി പലപ്പോഴും ദൂരേക്കൊക്കെ ട്രാവൽ ചെയ്യാറുണ്ട്. സോ ഫാമിലി മെമ്പേഴ്സിനെ 2-3 മന്ത്സോ കുറെ നാൾ കണ്ടില്ലല്ലോ, നെവിൻ ബോധേഡ് അല്ല, കുഴപ്പമില്ല എന്നൊക്കെ. അപ്പൊ ഇപ്പൊ നെവിൻ പറഞ്ഞ പോലെ അങ്ങനെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് ഒരിക്കലുമല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് മാറി നിന്ന ഡിറ്റാച്ച്മെന്റ് അല്ല. എന്റെ സാഹചര്യങ്ങൾ, ഞാനവിടെ വളരെ ഫ്രീഡമായിട്ട് നടക്കുന്ന, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ നിന്ന് മാറി ഫ്രീഡത്തിൽ നിന്ന് അതാ ഞാൻ ഉദ്ദേശിച്ചത്. വളച്ചൊടിക്കല്ലേ? അതാണ് ഞാൻ ആ പോയിന്റിലേക്ക് എത്തിക്കാനാണ് ഞാൻ നോക്കിയത്. അപ്പൊ ആ ഒരു ഫ്രീഡം ശരിക്കും മിസ് ചെയ്തു. കൂട്ടിലിട്ട കിളി, ആ കിളിയുടെ വിഷമങ്ങളായിരുന്നു ഞങ്ങൾ കണ്ടത്. അപ്പോൾ കൂട്ടിലിട്ട കിളി ഞാൻ ഫസ്റ്റ് ഒരു സെഗ്മെന്റിലേക്ക് പോവാണ്. നല്ല സ്മാർട്ടായിട്ട്, നല്ല കുട്ടിയായിട്ട് ടപ്പ് ഏന്ന് ഉത്തരം പറഞ്ഞോളൂ. പറയാൻ പറ്റുന്നാണെങ്കിൽ ഞാൻ പറയും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അപ്പൊ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ബി വിത്ത് രമിയിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് നെവിന്റെ അടുത്ത് ഒരു സെഗ്മെന്റിലേക്ക് പോകുന്നു. പറയാതെ വയ്യ. ആദ്യം തന്നെ നമുക്ക് ഈ സെഗ്മെന്റിലൂടെ തന്നെ പോവാം. ഓക്കെ, പറയാതെ വയ്യ. അപ്പൊ പറഞ്ഞേ പറ്റൂ കേട്ടോ. ഞാനല്ലേ തീരുമാനിക്കുന്നത് പറയണോ വേണ്ടെന്നുള്ളത്. പറഞ്ഞേ പറ്റൂ. ചോദിക്ക്. നെവിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നെവിൻ വിചാരിച്ചിട്ട് എന്ത് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിലും ഉത്തരം പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പറഞ്ഞോ. ഈ നെവിൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. എന്ത് ക്യൂട്ടാ നെവിൻ, എന്ത് ക്യൂട്ടാണ്. അങ്ങനെയല്ലല്ലോ. കാണിക്കേ എന്ത് രസാണ്. പിന്നെ കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഓരോന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സോ ക്യൂട്ട്. ഓക്കെ, അപ്പൊ ബിഗ് ബോസ് ഹൗസിൽ കയറിയ ദിവസം ആരെയാണ് ചെറുതായെങ്കിലും ഒന്ന് ഭയന്നത്? ഞാന് അക്ബറിനെയോ? എന്തുകൊണ്ടാ? അത്രയും വലിയ ആചാന ബാഹു. കണ്ടിട്ട് ഭയന്നു. കണ്ടിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉണ്ടല്ലോ. ഓക്കെ, അങ്ങനെ കണ്ടിട്ട് ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടിട്ട് ഭയന്നത് അക്ബറിനെ കണ്ടിട്ടാണ്. ഗെയിമിന്റെ കാര്യമൊക്കെ ഞാൻ ആലോചിച്ചത്. പൊതുവെ എനിക്ക് മറ്റേ ഫിസിക്കൽ ഗെയിമിനോടായിരുന്നു. അറിയാലോ, ഫിസിക്കൽ ഗെയിമിന് എനിക്ക് വലിയ പക്ഷെ മൈൻഡ് ചെയ്യാൻ നന്നായിട്ട് കളിക്കും. പക്ഷെ ഫിസിക്കൽ ഓക്കെ. അപ്പൊ അക്ബറിനെയാണ് ഞാൻ ആദ്യം ഭയന്നത് ആ ഒരു കാര്യത്തിൽ. ഓക്കെ, ഇനി നമ്മൾ ഗെയിം കോമ്പറ്റീഷനിലേക്ക് വരുമ്പം 2 ആഴ്ചയെ നിൽക്കാനായിട്ട് പോയി എന്ന് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളില് നമ്മളൊരു മത്സരത്തിലേക്കൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടണം എന്നുള്ളത് എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് അല്ലെ? നെവിനും എവിടെയെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും? ഇല്ല, കള്ളം ഞാൻ പറയുന്നല്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എസ്പെഷ്യലി അവിടെ ആകെ എൻ്റെ അടുത്തുള്ള ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 2 ആഴ്ച നിൽക്കുക, പിന്നെ കുറച്ചൊന്ന് ഫേമസ് ആവുക. അതായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഞാൻ സേവായി വരുമ്പോഴത്തേക്കും അവിടെ ഇവിടെയൊക്കെ ഒരു പ്രതീക്ഷ, അല്ലാതെ ഒരു ആഗ്രഹം എന്നുള്ളൊരു സാധനം എനിക്ക് കാരണം എനിക്ക് ഓൾറെഡി അറിയാം. പിന്നെ ഇൻ ബിറ്റ്വീൻ കുറേ ടാസ്കുകളൊക്കെ വന്നിരുന്നു, PR കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും തന്നെ ഞാൻ ഉറപ്പിച്ചു. കാരണം ഞാൻ എൻ്റെ അക്കൗണ്ട് ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടാണ് ബിഗ് ബോസിലേക്ക് കയറിയത്. പക്ഷെ ഇവിടെ നിന്ന് തുറന്ന ഉടനെ തന്നെ അങ്ങോട്ടേക്ക് കുതിച്ച് കയറിയിട്ടുണ്ട്.
യെസ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ പേടിച്ചിട്ടില്ല അങ്ങനെ ആ ഒരു ആ ഒരു കാര്യത്തിൽ കാര്യത്തിൽ എനിക്ക് പേടിച്ചില്ല. പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് 100 ദിവസം നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം. ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ 100 ദിവസം നിന്ന് ലാസ്റ്റ് 5 വരെ വന്നല്ലോ. ആ സമയത്ത് ഒരു തരി അപ്പോഴെങ്കിലും മനസ്സിൽ എനിക്ക് ഫസ്റ്റ് കിട്ടുമോ, അപ്പൊ ഇതിനകത്ത് എനിക്ക് അല്ലായിരിക്കും വേറൊരാൾക്കായിരിക്കുമല്ലോ ഫസ്റ്റ് പോവുക? ഒരിക്കലും ഇല്ല. കാരണം ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു എൻ്റെ എലിമിനേഷൻ അക്ബർ കഴിഞ്ഞാൽ ഞാനായിരിക്കും എന്നുള്ളത്. എന്റെ മുഖത്ത് എന്തെങ്കിലും കണ്ടായിരുന്നു? ഞാൻ അവിടെ പൂക്കി വെച്ചിട്ടല്ലേ പോയത്. പറയുന്നുണ്ടായിരുന്നല്ലോ അത്. ഞാൻ പ്രതീക്ഷിച്ചത് അക്ബറിന്റെ പൊസിഷനിൽ ഞാനായിരുന്നു. ആദ്യം പോകും അതുകൊണ്ട് ഞാൻ ഓക്കെ ആയിരുന്നു, ഒരു ന്യൂട്രൽ ആയിരുന്നു. അതിന് വലിയ സന്തോഷമായി എന്നല്ല പറയുന്നത്. യെസ്. പക്ഷെ അന്നേരം ആ കപ്പ് കിട്ടും എന്നുള്ള ഒരു ഇത് ഉണ്ടായിട്ടേ ഇല്ല. എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. ഓക്കെ, ശരി. ബിഗ് ബോസ് വീട്ടിൽ ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ നെവിൻ ചെയ്തേനെ എന്ന് തോന്നുന്ന ഒരു കാര്യം? ബിഗ് ബോസ് വീട്ടിൽ ക്യാമറ ഇല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? എന്തൊക്കെയാ ചെയ്തേനെ? അങ്ങനെ എല്ലാം എന്തൊക്കെ ചെയ്തേനെന്ന് പറ. ഞാൻ മേ ബി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മദറിനെ വിളിച്ചിട്ട്, അതായത് പ്രീതാന്റിനെ വിളിച്ചിട്ട് ഗോസിപ്പ് പറയും ഞാൻ. അതായത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി തന്നെ ഞാൻ വിളിച്ച് പറയിച്ചിരിക്കണേ, ഹലോ ആൻറ്റി, ഇന്ന് അവൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, അവൻ്റെ പോക്ക് തീരെ ശരിയല്ല, അവൻ ഇപ്പോഴേ കടിഞ്ഞാൾ ഇടണം ആൻറ്റി, അല്ലെങ്കിൽ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നൊക്കെ ഞാൻ അങ്ങനെ ഇതല്ലാണ്ട് ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും, അഭിഷേകിൻ്റെ അടുത്ത് പറയും, എടാ നിനക്ക് എന്നെ അപ്പം അത്രേ വിശ്വാസമുള്ളല്ലേ, ശരി ആയിക്കോട്ടെ, നിനക്ക് തോന്നുന്നുണ്ടോ ഞാനാണ് പറഞ്ഞു കൊടുത്തത് ആന്റിയുടെ അടുത്തെന്നുള്ളത്? അങ്ങനെ എന്തൊരു ഡബിൾ പ്ലേ ആണ്. രസമല്ലേ? അപ്പൊ അത് അവർക്ക് ഇതൊരു മനസ്സിലായിട്ടില്ലേ? പിന്നെ മനസ്സിലാക്കി എടുത്ത് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും മനസ്സിലായി. ഓക്കെ, വിന്നർ ആവാതിരുന്നത് കൊണ്ടാണ് ആളുകൾ നെവിനെ കൂടുതൽ സ്നേഹിച്ചത്, ശരിയാണോ? വിന്നർ ആവാതിരുന്നത് കൊണ്ടാണെന്നോ? അതെനിക്കറിയില്ല. മേ ബി ചിലര് പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് വിന്നർ ആവാമായിരുന്നു, ഞാൻ എക്സ്പെക്ട് ചെയ്തത് നെവിൻ ആകുന്നായിരുന്നു, അങ്ങനെ പറയുന്നത് തന്നെയല്ലേ അത് തന്നെയല്ലേ ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ ജനങ്ങളുടെ ഹൃദയത്തിൽ താമസിക്കുന്നതും അല്ലാതെ ഒരു കുറച്ച് നാളത്തേക്ക് മാത്രം ഒരു ഷോയിൽ നിൽക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമാണ്. നെവിൻ അവിടെ ഇങ്ങനെ കളിച്ചും ചിരിച്ചും ഇങ്ങനെ കോമാളിത്തരൊക്കെ കാണിച്ചപ്പോ നെവിൻ വിചാരിച്ചോ പുറത്ത് എല്ലാവർക്കും എന്നെ ഇത്രത്തോളം ഇഷ്ടമായിരിക്കും? ഇല്ല, കാരണം ഞാൻ പല രാത്രികളിലും ഒരുപാട് രാത്രിയിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്ന കണ്ടിട്ടില്ലേ, അത് ഞാൻ എല്ലാ വീക്കെൻഡിലും ഞാൻ ഇങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടോ, പാക്ക് ചെയ്ത് ഇങ്ങനെ വെക്കും, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വെക്കും. അപ്പം അതൊക്കെ പാക്ക് ചെയ്ത് വെക്കും, എല്ലായിടത്തും യാത്ര പറയും. പിന്നെ എനിക്കും അക്ബറിന്റെ ആയിരുന്നു മെയിൻ ആയിട്ടുള്ള ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഞാൻ പോകും. കാരണം അങ്ങനെ അത്രയ്ക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ വെക്കില്ലായിരുന്നു. ഹൗസിൽ ഏറ്റവും കൂടുതൽ മിസ്അണ്ടർസ്റ്റുഡ് ആയ ഒരു കണ്ടസ്റ്റന്റ് അക്ബർ ആണോ? അപ്പം അതെന്താ? അക്ബറിനെ നമ്മൾ അതിനകത്ത് എല്ലാരും തെറ്റിദ്ധരിച്ചല്ലോ, കുത്തിത്തിരിപ്പും ഇങ്ങനെയാന്നൊക്കെ. അങ്ങനെ ഒന്നും അല്ലേ അപ്പൊ അക്ബർ? അല്ല, ഒരിക്കലും അല്ല. അക്ബർ ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ ഞാൻ എപ്പിസോഡ് ഇപ്പോഴും കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് മനസ്സിലായിടത്തോളം തെറ്റിദ്ധാരണയാണ് ആൾക്കാരുടെ. അക്ബറിന്റെ ക്യാരക്ടർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്യുവറാണ്. ദേഷ്യം വന്നാൽ ദേഷ്യം പ്രകടിപ്പിക്കും, സങ്കടം വന്നാൽ സങ്കടം, സ്നേഹം വന്നാൽ സ്നേഹം. സോ അക്ബറിനെ ഞാൻ തെറ്റിദ്ധരിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരാളാണെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടല്ല ഞാൻ നോമിനേഷന്റെ സമയത്ത് ഈ വേലങ്ങോടി പോണ്ടോരും അടങ്ങി പോട്ടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്റെ നോമിനേഷൻ ശാപങ്ങളായിരുന്നില്ലേ, പോട്ടെ ഇവിടെ നിന്ന് ഇറങ്ങി പോട്ടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അത് ഞാൻ അങ്ങനെ വിചാരിച്ചതുണ്ടാ. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. എന്നിട്ട് കൂട്ടുകാരനല്ലേ പൈസയൊക്കെ തന്നോ അക്ബർ തിരിച്ച് പുറത്തിറക്കിയൊക്കെ കറിഞ്ഞപ്പോ? അക്ബർ തരും. ഇല്ല, എനിക്ക് വിശ്വാസമാണ് അക്ബർ തരും. പക്ഷെ ഞാൻ ചോദിക്കില്ല അക്ബറിന്. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരെക്കാട്ടും കൂടുതൽ ഫിനാൻഷ്യൽ ഒരു സപ്പോർട്ട് അത് വേണ്ടത് അക്ബറിനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ പറയാ, ഓരോരുത്തരുടെ ഇതുണ്ടല്ലോ. അപ്പോ ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ ഹൗസിനകത്ത് ആരോട് പൊട്ടിത്തെറിച്ചേനെ? ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എല്ലാവരോടും പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും.
അത് ക്യാമറ ഇല്ലയോ അങ്ങനെ ഒന്നും അതൊന്നും ഇല്ല. എനിക്ക് പൊട്ടിത്തെറിക്കേണ്ട സമയത്ത് ഞാൻ പൊട്ടിത്തെറിച്ചിട്ടില്ലേ? ഉണ്ട്. യെസ്, അത് ക്യാമറ നോക്കിയിട്ടല്ലല്ലോ. അപ്പൊ ക്യാമറ കണ്ടിട്ട് അല്ല ഇങ്ങനെ ക്യാമറ ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നോണ്ട് അവിടെ ചെയ്തൊരു കാര്യം എന്തായിരിക്കും? ഞാനോ? ഞാൻ മറ്റേ ആര്യന്റെ ബാൻഡൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നത് അത് ക്യാമറ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ. പിന്നെ അതാണ് ചെയ്തത് അവിടെ. ഓക്കെ, ഞാനത് പറയുന്നുണ്ട് ക്യാമറ എടുത്ത്, ഞാനിത് എടുക്കുന്നുണ്ട്, എനിക്ക് വേഗം തരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ബിഗ് ബോസ് ഹൗസിൽ മോസ്റ്റ് ഡ്രമാറ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആരാണ്? ആണോ? ഞാൻ. നിങ്ങൾ ഭയങ്കര ഡ്രമാറ്റിക് ആണോ? ഞാൻ ഭയങ്കര ഡ്രാമ എനിക്ക് കൂടുതലായിരുന്നില്ലേ, നിനക്ക് തോന്നുന്നില്ല? അത് നിങ്ങൾ പറഞ്ഞുണ്ടല്ലോ, നെവിൻ തന്നെ പറഞ്ഞല്ലോ, നെവിനെ അങ്ങനെയാണ്, അതൊരു ഡ്രമാറ്റിക് അല്ല. ഞാനല്ലാതെയോ? ഞാനല്ലാതെ ഇപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ഡ്രാമ എന്ന് പറയുന്നത് ആരാ? ഞാനിത് അനിമോളാണ് എന്ന് പറയുന്ന വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റി. അല്ല, ഞാൻ പറയില്ല. പറയണ്ട, എനിക്ക് അങ്ങനെയുള്ള നെവിന്റെ ആൻസർ പറഞ്ഞാൽ മതി. ഡ്രാമ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കുറച്ച് ഡ്രാമ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഉണ്ട്, ഈവൻ എനിക്കുണ്ട്, എല്ലാവർക്കും. എല്ലാരും ഒരു ഡ്രാമയായിരുന്നു അവിടെ. എങ്ങനെ? അതായത് ചില കാര്യങ്ങൾ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുക കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പോഴും ക്ഷമ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ബിഗ് ബോസിലെ ആരോടാണ്? എനിക്ക് ക്ഷമ ചോദിക്കണം എന്ന് തോന്നുന്നത് ഞാൻ ശരത്തപ്പാനിയുടെ അടുത്തായിരിക്കും. എന്തേ? അല്ലല്ല, ശരത്തപ്പാനിയുടെ അടുത്തും ക്ഷമ ചോദിക്കണം. എനിക്ക് ജിസൈലിന്റെ അടുത്തും ക്ഷമ ഞാൻ ചോദിക്കും. കാരണം ഞാൻ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ജിസൈലില് പോകുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 100 days നിൽക്കും എന്നുള്ള രീതിയിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ നോമിനേറ്റ് ചെയ്തതാ. പക്ഷേ ജിസൈലിൽ പോയപ്പോഴത്തേക്കും അതെനിക്കൊരു ഇപ്പോഴൊരു സങ്കടമുണ്ട്. പിന്നെ ശരത്തപ്പാനി, അപ്പാനിയും ഞാൻ അതെന്തായിരുന്നു, അത് എനിക്ക് അന്ന് എന്തോ തോന്നി, അങ്ങനെ ഞാൻ നോമിനേറ്റ് ചെയ്തു, അത്ര തന്നെ. ഈ 2 വ്യക്തികളുടെ അടുത്തായിരിക്കും ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത്. ബാക്കിയൊന്നും എനിക്ക് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം. ബാക്കിയെല്ലാം അവിടെ തന്നെ നെവിൻ എന്തെങ്കിലും തോന്നിയെങ്കിൽ അത് അപ്പൊ തന്നെ തുറന്ന് അതൊക്കെ ഓൾറെഡി അവിടെ ഞാൻ കളഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. അത് പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എപ്പിസോഡ് ഇരുന്ന് കണ്ടിട്ട് ഇവന് ഇപ്പം എന്നെ പറ്റിയിട്ട് പലരും എല്ലാം ഇപ്പം ഈച്ച് ആൻഡ് എവ്രി വൺ എന്നെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ മൈൻഡിന് അത് സന്തോഷം തരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അത് കാണേണ്ട ആവശ്യം? അത് അവിടെ ഞാൻ കളഞ്ഞ കാര്യമില്ലേ, പിന്നെ എടുത്തിട്ട് അത് എടുത്ത് കാണേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ അടുത്തത് എന്തെന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. അവിടെ ബാക്കി എല്ലാവരും മസ്താനിനെ ഒറ്റപ്പെടുത്തി, എല്ലാവരും അവിടെ ഒരു ഇതായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ കണ്ടതാണ് മസ്താനിക്ക് കംഫർട്ടബിൾ ആക്കുക, മസ്താനിയെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ്. അത് ആരെങ്കിലൊക്കെ കണ്ടല്ലോ അല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ അവിടെ നെവിൻ എടുത്തൊരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് നെവിൻ കോൺഷ്യസ്ലി എടുത്തതാണോ അതോ നെവിന്റെ ഒരു ക്യാരക്ടറാണോ എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തുമ്പോൾ? ഞാൻ കോൺഷ്യസ്ലി എടുത്തതാണ് ആ ഒരു. കാരണം എനിക്ക് തോന്നി, കാരണം എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോ എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രേ ഉള്ളൂ. അത് പൊതുവെ നെവിൻ അങ്ങനെയാണോ? ഏതൊരു ക്രൗഡിൽ നിൽക്കുമ്പോൾ ഒരാൾ ഒറ്റപ്പെടുത്തി നിൽക്കുന്ന കാണുമ്പോൾ നെവിൻ അവിടെ പോയി അവരെ, കാരണം ഞാൻ ഒരുപാട് ആ ഒരു ഫീലിംഗ് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ പിന്നെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെ, യെസ്. ബിഗ് ബോസ് ഹൗസ് ഒരു പൊളിറ്റിക്സ് ഹൗസ് ആയിരുന്നെങ്കിൽ നെവിൻ ഏത് പക്ഷമായിരിക്കും? അതൊരു പൊളിറ്റിക്സ്, അവിടെ ഒരു പൊളിറ്റിക്സ് ഹൗസ് ആണെങ്കിൽ നെവിൻ അവിടെ ഏത് പക്ഷം നിൽക്കുന്നു? വലതുപക്ഷം നിൽക്കും, ഇടതുപക്ഷം നിൽക്കും? ഞാൻ ഒരു പക്ഷവും നിൽക്കത്തില്ല. നെവിന്റെ സ്റ്റാൻഡിൽ തന്നെ ഞാൻ എന്റെ സ്റ്റാൻഡിൽ നിൽക്കും. പിന്നെ വേണ്ടിയൊന്നും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലാലേട്ടന്റെ അടുത്ത് വേണമെങ്കിൽ പോയിട്ട് നിൽക്കാം. ഞാൻ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് വിസിബിൾ ആയിരുന്നല്ലോ. അതെ അതെ, നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ലാലേട്ടൻ അല്ലെങ്കിൽ ബിഗ് ബോസ്. ഇപ്പുറത്തെ ലാലേട്ടൻ, ഇപ്പുറത്തെ ബിഗ് ബോസ്, നടുക്ക് ഞാൻ. ഓക്കെ, ഈ അവിടെ നിന്ന സമയത്ത് 2 ആഴ്ച മാത്രം നിൽക്കാനായിട്ട് പോയ ആള് പിന്നെ പോകെ ഞാൻ ഇങ്ങനെ അടുത്ത ആഴ്ചയിൽ ഞാൻ പോകുന്നില്ല, പെട്ടി പായ്ക്കുന്നുണ്ട് ഞാൻ പോകുന്നില്ല, പിന്നെയും പെട്ടി പായ്ക്കുന്നു ഞാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ഏക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ട്രിക്സും എന്റെ ഷോർട്ട് കട്ടും എന്റെ ഒരു ഐഡിയാസും എന്റെ കംപ്ലീറ്റ് പ്ലാനിങ്ങും എല്ലാം അങ്ങ് ഏക്കുന്നുണ്ട്. അങ്ങനെ തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടുണ്ട് അല്ലേ? യെസ്, ഓഫ് കോഴ്സ്. അപ്പൊ ഇനിയും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാം. അതെ അതെ, എന്റെ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞിട്ട് ഭക്ഷണം കുറയ്ക്കണം എന്ന് മാത്രം പറഞ്ഞു. ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ
ചെലുത്തരുതെന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ ഞാൻ അവളെ മൈൻഡ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ ഭക്ഷണം കഴിച്ച് എനിക്ക് ആ ഒരു ഫാമിലി റൗണ്ട് വരെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചു അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ പിന്നെ ഞാൻ എന്തിനു മാറണം. ഓക്കെ ഓക്കെ. പുറത്തിറങ്ങി ഇപ്പോഴും എങ്ങനെയാ അതുപോലെ ഭക്ഷണത്തിനോട് ഭയങ്കര താല്പര്യം ഉണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബേസിക്കലി ഞാൻ ഫുഡിയാണ്. ഇപ്പം എന്താ പറയാ, നല്ല ഭക്ഷണങ്ങൾ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ അവിടെ എന്ന് പറയുന്നത് സ്ട്രെസ് ആണല്ലോ, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ കിട്ടുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും ആ ഒരു സ്ട്രെസ് മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ഞാൻ ഫുഡിയാണ്. ഇപ്പം ആരെനിക്ക് ഫുഡ് തരാന്ന് പറഞ്ഞ് വിളിച്ചാലും ഞാൻ പോകും. ഫുഡ് കഴിച്ചിട്ട് വരും. ബിഗ് ബോസിൽ കുറേ പേര് തമ്മിൽ ലാസ്റ്റ് എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് അവിടെ വഴക്കുകളുമായി ചില ഫ്രിക്ഷൻസ് അവിടെ വന്നിട്ടുണ്ട്. കുറച്ച് പേര് തമ്മിൽ ഭയങ്കര പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും അവർ തമ്മിൽ ഇപ്പോഴും സ്റ്റിൽ അങ്ങനെ ഒരു നല്ലൊരു ഫ്രണ്ട്ലി രീതിയിലല്ല പോണത്. സ്റ്റിൽ ആ ഒരു വഴക്ക് അവർ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നൊക്കെ ഉണ്ട്. നെവിൻ ഒന്നിനകത്ത് നമ്മൾ പെട്ടതായിട്ട് നമ്മൾ കാണുന്നുമില്ല. നെവിൻ എല്ലായിടത്തൂടെയും ഇങ്ങനെ പാറിപ്പറിഞ്ഞൊരു ബട്ടർഫ്ലൈനെ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ശരിക്കും അങ്ങനത്തെ ഒരു ഗ്യാങ്ങിന്റെ ഭാഗമാകാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ ഇങ്ങനെ വഴക്കും ബഹളമൊക്കെ ഉണ്ടല്ലോ, നെവിൻ അതിലേക്കൊക്കെ താല്പര്യമേ ഇല്ലേ? പോവാനായിട്ട് താല്പര്യമില്ലാതെ മാറി നിൽക്കുന്നതാണോ? എങ്ങനെയാണ് നെവിന്റെ ആ ഒരു രീതി? എൻ്റെ ഒരു വ്യൂവില് ഇപ്പം ഞാൻ ബേസിക്കലി എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ അവിടെ ചെന്നത്. എൻ്റെ കഴിവുകൾ അറിയണം. എനിക്ക് സൗത്ത് ഇന്ത്യയിലെ എന്താ പറയുക, മനീഷ് മൽഹോത്ര ഡിസൈനിൻ്റെ ഏറ്റവും ലാസ്റ്റ് എൻഡ്, അത് എല്ലാ മേഖലകളിലും, ബിക്കോസ് ഞാനൊരു ഇന്റീരിയർ ഡിസൈനറാണ്, പ്ലസ് ഞാനിപ്പോൾ ഒരു ഫാഷൻ കൊറിയോഗ്രാഫറാണ്, സ്റ്റൈലിസ്റ്റ് ആണ്, അങ്ങനെ എല്ലാം. മനസ്സിലായില്ലേ? നെവിൻ കാപ്രീഷ്യസ് ആ ഒരു ലെവലിലേക്ക് എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതില് ചിലപ്പോ ഇവൻ എൻ്റെ ഷോയില് എൻ്റെ അടുത്ത് വഴക്കിട്ടവരായിരിക്കാം, ചിലപ്പം എന്നെ ഹേർട്ട് ചെയ്തവരായിരിക്കാം, അവര് കൊണ്ടായിരിക്കാം ചിലപ്പോൾ മേ ബി എനിക്കൊരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. അപ്പം എൻ്റെ കരിയറിൽ ഞാൻ എന്തിന് ഒരു ഫെൻസ്, ഒരു വിലങ്ങ് തടിയായിട്ട് എൻ്റെ ബന്ധങ്ങളെ മാറ്റണം? ഈവൻ ഷാനവാസ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഷാനവാസായിട്ട് എനിക്ക് ആജന്മ ശത്രുതയാണെന്നൊക്കെയാണ് ആൾക്കാർ വിചാരിക്കുന്നത്. ഷാനവാസ് എന്നെ വിളിച്ചു, ഞാൻ സംസാരിച്ചു. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും എനിക്ക് ആരോടും എടുത്തുമില്ല. ബിക്കോസ് നമ്മൾക്ക് ഒരു ഫ്യൂച്ചറുണ്ട്. ആ ഫ്യൂച്ചറിൽ ആവശ്യമില്ലാതെ പേഴ്സണൽ ഗ്രഡ്ജ് കാര്യങ്ങളൊക്കെ വെച്ച് എന്നിട്ട് കാര്യമില്ല. ആരോടും അങ്ങനെ ഒരു ശത്രുത അങ്ങനെ വെച്ച് ആരും എടുത്തുമില്ല. എനിക്ക് ഇല്ല, അങ്ങനെ ഒന്നും അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവാറേ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയും. അത് ശരിയാണ്. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അല്ലെങ്കിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്നുണ്ടെങ്കിൽ ഞാനത് വെട്ടൊന്ന് മുറിട്ടുണ്ട്. ചിലപ്പോൾ ഇഷ്ടപ്പെടാം, എന്നെ ഇഷ്ടപ്പെടാണ്ടിരിക്കാം. അതൊന്നും ഞാൻ ബോധർ ചെയ്യാറില്ല. മറ്റുള്ളവരുടെ പ്ലീസിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ മറ്റുള്ളവരുടെ ഒരു ഗുഡ് ബുക്സിൽ വരാനോ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാറുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയൊക്കെ കണ്ടതല്ലേ, ഞാൻ അതൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. എന്തായിരിക്കും സംഭവിക്കുക എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എത്ര നാളായിട്ട് വിചാരിച്ചിട്ടും ആ ഒരു മാനറിസം അല്ലെങ്കിൽ ആ ഒരു സംഭവം നെവിന് മാറ്റാനേ പറ്റുന്നില്ല? എന്താ മടി? നിങ്ങൾ മടിയനാണോ? ഞാൻ ബേസിക്കലി ഒരു ചെറിയ മടിയനാണ്. എനിക്ക് പുഷ് വേണം, ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമെന്ന് പറയണം. അപ്പം അതെനിക്ക് മാറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പൈസ കൊടുത്ത ആളെ വെച്ചിട്ടുണ്ടെന്നൊക്കെ. എത്ര പൈസ കൊടുക്കണേ നോക്കട്ടെ? എത്ര പൈസയാ? ഞാൻ പുഷ് ചെയ്യാം. നെവിൻ അത് പോസ്റ്റ് ചെയ്യണം. നെവിൻ ഇത് പോസ്റ്റ് ചെയ്യണം. ഞാൻ എന്നും പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ എത്ര പൈസ അവിടെ കൊടുക്കുന്നത്? എനിക്കും തരുവാ പൈസ. എന്നും വിളിച്ചിട്ട് ഞാനിങ്ങനെ പൊതുവെ അങ്ങോട്ടേക്ക് ഇങ്ങനെ സാമട്ടിൽ ഇങ്ങനെ പോകും. കാരണം ഞാൻ ബേസിക്കലി മടിയനായതുകൊണ്ട് ഇങ്ങനെ ഹോട്ട്സ്റ്റാറിലൊക്കെ ഇരുന്ന് ഇങ്ങനെയൊക്കെ കാണാനൊക്കെ തോന്നും. പക്ഷെ അപ്പം ബാക്കിന്ന് ഒരു പുഷ് ഇങ്ങനെ ചെയ്താൽ പറ്റത്തില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ആ സിൽവർ പ്ലേ ബട്ടൺ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ചിട്ട് സെൽഫി എടുക്കണം എന്നൊക്കെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം. യെസ്. പിന്നെ ഇപ്പം വെറും വർഷമായിട്ട് ഞാനിപ്പം ഓൾറെഡി കുറച്ച് വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി കൂടുതൽ അതങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഞങ്ങള് സെയിം വൈബാണ് വെറും വർഷം. ആണോ? ഓക്കേ.